അസ്സലാമു അലൈക്കും. ഇത് ബീൻ ഫാമിലി ബ്ലോഗർ എന്നുള്ളൊരു വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഇന്നലെ നജിലാടെ ചാരിറ്റി ചെയ്തപ്പം പറയുന്ന കേട്ട് തനൂജയ്ക്കൊരു വീട് ചെയ്യുന്നത് ചാരിറ്റി ചെയ്യാൻ വന്ന അന്തങ്ങൾ ഇതുവരെ ഒരു വീടുണ്ടാക്കി കൊടുത്തില്ലെന്ന്. തനൂജയ്ക്ക് വീട് കിട്ടിയിട്ടുണ്ട് വാടകയ്ക്ക്, എഗ്രിമെൻറ്റും എഴുതിയതാണ്. അവർ താമസമാവുന്ന വിഷു കഴിഞ്ഞിട്ട് അവർക്ക് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്ത്. അത് കഴിഞ്ഞിട്ട് അവരവിടെ താമസമാവും. പിന്നെ നജിലായ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് ഫിജോ മാത്രമല്ല, ഒത്തിരി ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ അധ്വാനിച്ച് കഴിയുന്നവരാണ്, അന്നന്ന് കഴിയുന്നവരും ഉണ്ട്. അന്നേരം അവരെ കയ്യിൽ കൊള്ളുന്നതേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. എന്തായാലും 2025 തീരുന്നതിന് മുമ്പ് തനൂജയ്ക്കൊരു വീടാകും. സുലുവിന് അത് സാധിച്ചെങ്കിൽ സുലുവിന് ഒത്തിരി പേര് സഹായിക്കാനുണ്ടായിരുന്നു. ആറ് മക്കളെ ഉമ്മായിക്കൊരു വീട് മേടിച്ചു കൊടുത്താൽ ആദ്യം നീ അവരെ എതിർത്തതല്ലേ ബീനെ? എന്നിട്ട് ഇപ്പം കയറിയിരുന്നേ നജിലാടെ പ്രശ്നത്തിൽ തനൂജായെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല. നീ എന്തിനാ തനൂജാടെ തല കൊണ്ട് വെക്കാൻ നടക്കുന്നില്ല? ഒരു ഐഷുവിന് നാണമില്ലേ? ഐഷു, നീ ഒരു കൊച്ചു പെണ്ണല്ലേ? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. നിങ്ങളെ ആരുടെ മുമ്പിൽ വന്ന് തനൂജ കൈ നീട്ടുന്നില്ലല്ലോ. നീട്ടുന്നോ? ആരെന്ത് പറഞ്ഞാലും തനൂജാടെ പുറത്ത് കയറുന്നതാണ്. ബീനെന്തുവാ അവകാശം തനൂജായെ പറയാൻ? ബീനിനെ തനൂജ പറയുന്നോ? ഇല്ലല്ലോ. അന്നേരം ബീനിൻ്റെ കാര്യം നോക്കുക. നജിലായ പറയുന്നെങ്കിൽ നജിലായ പറയണം. ചാരിറ്റി ആയിട്ട് ചെയ്തിട്ടുമില്ല. തനൂജയ്ക്ക് ഒരു വീട് വേണമെന്നും പറഞ്ഞ് പിന്നെ ഒരു ഗ്രൂപ്പിനകത്ത് എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞ് അവരെ കയ്യിലുള്ളത് എല്ലാവരും അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. ആ അക്കൗണ്ട് എന്നെങ്കിലും കുറച്ച് കാശാകുമ്പോൾ അവർക്കൊരു വീട് മേടിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെളിപ്പെടുത്തും. അല്ലാതെ നീ കിടന്നെന്തിനാ ഈ കുത്തുവാക്കിട്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ല ബീനെ. നീ നജിലാടെ കാര്യം നോക്ക് ആദ്യം, അല്ലെങ്കിൽ നിൻ്റെ കാര്യം നോക്ക്. വെറുതെ പിടിച്ച് തനൂജായെ ഇതിനകത്ത് വലിച്ചഴിക്കേണ്ട കേട്ടോ ബീനെ. സ്നേഹതീരവും പറയുന്ന കേട്ട് ചാരിറ്റി തട്ടിപ്പ് നടത്തിയ ഫിജോ ആണ് കൈയെടുത്തിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഗ്രൂപ്പിൽ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അവരാണ് കൈയെടുത്ത് മുന്നിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഫിജോ അല്ല. ഫിജോയുടെ അക്കൗണ്ടിലും അല്ല കാശ് വീഴുക. സ്നേഹതീരത്തിനും കൂടെ ഇത് ഞാൻ പറയുന്നത്. തനൂജയ്ക്കൊരു വീടാവുന്നതിന് നിങ്ങൾക്കൊക്കെ ഇത്ര കണ്ണുകടി എന്താ? അവരമ്മയും മോളും എങ്ങനെയും ജീവിച്ച് പൊക്കോട്ടെ. നജിലായെ പിടിച്ച് ബീൻ ഇതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. നജിലായെ പറയണമെങ്കിൽ നജിലായെ പറയണം, അല്ലാതെ തനൂജായെ എന്തിനാ ഈ വീഡിയോയ്ക്കകത്ത് പിടിച്ചിടുന്ന? ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല ബീനെ. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാ.